ബിഗ് ബോസ് സീസൺ 6-ൽ നിന്ന് റസ്മിൻ ബായ് പുറത്തായിരിക്കുകയാണ്. റസ്മിൻ പുറത്താവാനുള്ള യഥാർത്ഥ കാരണം എന്തായിരിക്കും? വോട്ടില്ല എന്നുള്ള കാരണം ഒന്നാമത്തെ കാരണം. വോട്ടില്ലാതാവാനുള്ള കാരണം, റീസൺ എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വോട്ടില്ലാതാവാൻ റസ്മിനോട് ഇത്രയും വെറുപ്പ് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? തുടക്കത്തിൽ ജാസ്മിനും ഗബ്രിയുമായിട്ടായിരുന്നു അവിടെ റസ്മിനെ കൂട്ടുണ്ടായിരുന്നത്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു കോംബോ പ്രേക്ഷകർ വെറുപ്പിന്റെ അങ്ങേയറ്റത്തായിരിക്കുമ്പോഴാണ് ഇവരുടെ ഇടയിൽ അവിടെ റസ്മിൻ നിലകൊണ്ടത്. റസ്മിനും ഗബ്രിയുമായിട്ടുള്ള ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രേക്ഷകർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ റസ്മിനും ജാസ്മിനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഗബ്രിയുമായിട്ട് തോള് ചാരിയിരിക്കുന്നതും കൈപ്പിടിച്ച് നടക്കുന്നതും മേല് കയറി കിടക്കുന്നതുമായിട്ടുള്ള കുറേ സീനുകൾ പ്രേക്ഷകരെ കൂടുതൽ റസ്മിനെ വെറുപ്പിക്കുന്നതിനായിട്ട് ഇടവരുത്തി. അതിനുശേഷം അവിടെ റസ്മിൻ പിന്നീട് നോറയായിട്ട് നല്ല ഫ്രണ്ടായി. പക്ഷേ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനായിട്ട് റസ്മിനെ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് അർജുനും ശ്രീതുവുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. പിന്നീട് അവിടെ അപ്സരയുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ റസ്മിനെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെ വന്നപ്പോൾ ഒരാളായിട്ടുള്ള ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ റസ്മിനെ അവിടെ പിടിച്ചു നിൽക്കാൻ പിന്നെ സാധിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേരെ ഒരുമിച്ച് ഒരു ഫ്രണ്ട് എന്നുള്ള ലെവലിൽ മാത്രം ഒതുങ്ങിപ്പോയി അവിടെ റസ്മിൻ. അപ്പോൾ റസ്മിൻ ചെയ്യുന്നത് പലർക്കും ഇഷ്ടപ്പെടാതെ വന്നു. അവിടെ ഫ്രണ്ട്സിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ മാറുന്നുണ്ടായിരുന്നു പല സമയത്തും റസ്മിൻ. ജാസ്മിൻ എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ കയറി സംസാരിക്കുന്നത് റസ്മിൻ എന്ന വ്യക്തിയായി മാറുന്നു. പിന്നെ നോറയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു. അങ്ങനെ വന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ വെറുപ്പിച്ചത് ജാസ്മിനുമായിട്ടുള്ള അല്ലെങ്കിൽ ഗബ്രി ജാസ്മിന്റെ ഇടയിൽ നിൽക്കുന്ന റസ്മിനാണ്. പിന്നെ പോരാത്തതിന് ജിൻഡോയ്ക്ക് എതിരെ നിന്ന റസ്മിൻ. ജിൻഡോയ്ക്ക് എതിരെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്കെതിരെ അത്രയും മോശമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതും കണ്ടു നമ്മൾ. അപ്പോൾ ജിൻഡോ ഫാൻസിന് അത്രയ്ക്കും ദേഷ്യമുള്ള ഒരു മത്സരാർത്ഥിയായി മാറി അവിടെ റസ്മിൻ. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലൊരു ഫ്രണ്ട്ഷിപ്പെങ്കിലും അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവിടെ റസ്മിന് പിടിച്ചു നിൽക്കാമായിരുന്നു എന്ന്. ഒരുപാട് പേരായിട്ട് ഫ്രണ്ടായിട്ട് അവിടെ നിന്നു എന്നല്ലാതെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഒരാളുടെ കൂടെയെങ്കിലും നിന്നാൽ മതിയായിരുന്നു റസ്മിൻ. ഇത്തവണ നോറ നോമിനേഷനിൽ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ നോറയുമായിട്ട് മാത്രമാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നതെങ്കിൽ നോറയുടെ ഫാൻസിന്റെ വോട്ടെങ്കിലും റസ്മിൻ അവിടെ കിട്ടുമായിരുന്നു. ഇത് ഒരുപാട് പേരുടെ ഒപ്പം ഫ്രണ്ട്സായി വന്നപ്പോൾ ആർക്കാർക്കും വേണ്ടാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് മാറുകയായിരുന്നു.